ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ എല്ലാവരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. യുദ്ധം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി പരാജയമാണ്. പക്ഷേ നമ്മൾ മെറ്റീരിയലായി ചിന്തിക്കുമ്പം ഒരു യുദ്ധത്തിൽ ഒരു കൂട്ടർ വിജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം അവരുടെ ടെറിട്ടോറിയൽ ലോസ് അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ഗെയിൻ ഇതാണല്ലോ. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇറാന് ടെറിട്ടോറിയൽ ഗെയിൻ സംഭവിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ. അതെന്താണ്? നേരത്തെ സ്വതന്ത്രമായിരുന്ന ഒരു വാട്ടർ വേ, അതായിരുന്നു ഹോർമൂസ്. അതിപ്പോൾ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇറാനാണ്. എന്ന് പറഞ്ഞാൽ അവരിതുവരെ കൺട്രോൾ ചെയ്യാത്ത ഒരു ടെറിട്ടറി, ഒരു എന്താണ് ടെറിട്ടോറിയൽ ഇൻ്റർനാഷണൽ വാട്ടർ എന്നുള്ളത് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ അവർ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തത്. അവരുടെ ജിയോഗ്രഫി അവർ എക്സ്പാൻഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം പാതി വഴിയിൽ നിൽക്കുമ്പം ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരു മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാനാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ മിത്രങ്ങളുടെയും ഈ യുക്തിമോർച്ചക്കാരുടെയൊക്കെ മാനദണ്ഡം ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് യുദ്ധത്തിൻ്റെ വിജയമെങ്കിൽ നിശ്ചയമായിട്ടും അമേരിക്ക ഇസ്രായേലിനെ വിജയിച്ചിരിക്കുന്നത്. രണ്ടാം ദിവസം തന്നെ 150ഓളം കുഞ്ഞുങ്ങളെ അവർക്ക് കൊല്ലാൻ പറ്റി, പിന്നെ ഒരുപാട് ആളുകൾക്ക് കൊല്ലാൻ പറ്റി. ഇതാണ് ഇതിന് ചിത്രം എന്ന് പറയുന്നത്. ഇതിൽ ഓരോ കൗതുക കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ. വളരെ അശ്ലീലമായിട്ടുള്ള കൗതുക കാഴ്ചകളാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിയും കുറച്ച് ദിവസം നമ്മൾ കാണും.